So we are discussing about shell mold casting. നമ്മുടെ സാൻഡ് മോൾഡ് കാസ്റ്റിംഗ് പോലെ തന്നെ ഉള്ളതാണ് ഷെൽ മോൾഡ് കാസ്റ്റിംഗ്. കുറച്ച് ഡിഫറൻസ് ഉണ്ട് അതിൽ നിന്നും. കാരണം നമ്മൾ അതിൻ്റെ കോമ്പോസിഷൻ കുറച്ച് വ്യത്യാസമുണ്ട്. അതുപോലെ അതിൻ്റെ ക്രിയേഷൻ ഓഫ് മോൾഡിൽ വ്യത്യാസമുണ്ട്. വേ ദ പാറ്റേൺ ഈസ് മെയ്ഡ് അതിൽ വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ സ്പെഷ്യൽ അറേഞ്ച്മെൻറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ സാൻഡ് മോൾഡ് കാസ്റ്റിങ്ങിൽ നിന്നും ഷെൽ മോൾഡ് കാസ്റ്റിങ്ങിലേക്ക് വരുമ്പോൾ ഉള്ള ഡിഫറൻസ്. So shell mold casting is a semi-precise method for producing small casting in large numbers. So shell mold casting നമുക്കപ്പോൾ ഒരു സെമി പ്രിസൈസ് മെത്തേഡായിട്ട് പറയാൻ പറ്റും ഫോർ പ്രൊഡ്യൂസിങ് സ്മോൾ കാസ്റ്റിംഗ് ഇൻ ലാർജ് നമ്പേഴ്സ്. അതുപോലെ തന്നെ ദ പ്രോസസ് ഇൻവോൾവ് ദ യൂസ് ഓഫ് മാച്ച് പ്ലേറ്റ് പാറ്റേൺ സിമിലർ ടു കോപ്പ് ആൻഡ് ഡ്രാഗ് പാറ്റേൺ വിച്ച് ആർ യൂസ്ഡ് ഇൻ ഗ്രീൻ സാൻഡ് മോൾഡ് കാസ്റ്റിംഗ്. നമ്മൾ ഗ്രീൻ സാൻഡ് മോൾഡ് കാസ്റ്റിംഗിൽ കണ്ടിരുന്ന കോപ്പ് ആൻഡ് ഡ്രാഗ് പാറ്റേൺ പോലെ തന്നെ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് മാച്ച് പ്ലേറ്റ് പാറ്റേൺ ആണ്. നമ്മൾ ഈ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സുകളിലൊക്കെ നമ്മളത് കണ്ടിട്ടുണ്ട്, എന്താണ് മാച്ച് പ്ലേറ്റ് പാറ്റേൺ എന്നും അതുപോലെ തന്നെ എന്താണ് കോപ്പ് ആൻഡ് ഡ്രാഗ് പാറ്റേൺ എന്നും. സോ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ നമ്മുടെ ആ ഒരു ഷെൽ ക്രിയേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ പാറ്റേണിൻ്റെ ഔട്ടറിൽ വന്നിരുന്ന സാൻഡ് വെച്ചിട്ടാണ്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് നമ്മൾ കാസ്റ്റിംഗ് നടത്തുന്നതെന്നാണ് നമ്മൾ പഠിക്കുന്നത്. So casting process in which the mold is a thin shell made of sand held together by thermosetting resin binder. അപ്പോൾ ഒരു തെർമോസെറ്റിംഗ് റിസൈൻ ബൈൻഡർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഷെല്ല് ഉണ്ടാക്കുന്നത്. സോ ആ ഷെല്ലെന്ന് പറയുന്നത് ഒരു തിൻ ഷെല്ലാണ്. അത് നമ്മുടെ പാറ്റേണിൻ്റെ ചുറ്റും ഉള്ള സാൻഡിനെയാണ് നമ്മൾ അങ്ങനെ ഷെല്ലാക്കി എടുക്കുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നതെന്ന് നോക്കാം. സോ സ്റ്റെപ്പ് 1, നമ്മളിവിടെ കാണുന്ന പോലെ ഒരു ഡംപ് ബോക്സ് ഉണ്ട്. അപ്പോൾ ആ ഡംപ് ബോക്സിൻ്റെ അകത്താണ് നമ്മൾ ഡംപ് ബോക്സ്, ഈ ബോക്സിനെയാണ് നമ്മൾ ഡംപ് ബോക്സ് എന്ന് വിളിക്കുന്നത്. സോ ഇതിനകത്ത് നമ്മളൊരു സാൻഡ് വിത്ത് റിസൈൻ ബൈൻഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സാൻഡ് വിത്ത് റിസൈൻ ബൈൻഡർ എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ പറയുന്നുണ്ട് ഇപ്പോൾ തന്നെ. അപ്പം സാൻഡ് നമ്മളവിടെ ഉപയോഗിക്കുന്നത് സിലിക്ക സാൻഡ് തന്നെയാണ്. റിസൈനായിട്ട് നമ്മൾ ഫിനോൾ ഫോർമാൽഡിഹൈഡ് ആണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ പ്രത്യേകതകളൊക്കെ നമ്മൾക്കിപ്പോൾ പറയാം. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എത്ര മാത്രമേ ഉള്ളൂ, ഒരു ഡംപ് ബോക്സിനകത്ത് നമ്മുടെ സാൻഡ് റിസൈൻ ബൈൻഡർ ഇവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അപ്പർ പാർട്ടിൽ ഒരു പാറ്റേൺ വെച്ചിട്ടുണ്ട്. ആ പാറ്റേണിനെ ഹീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഹീറ്റഡ് ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ് അവിടെ ഉപയോഗിക്കുന്നത്. ഇനി എന്താണ് അവിടെ പറയുന്നത് നമുക്ക് നോക്കാം. എ മാച്ച് പ്ലേറ്റ് ഓർ കോപ്പ് ആൻഡ് ഡ്രാഗ് മെറ്റൽ പാറ്റേൺ, അതായത് ഒന്നില്ലെങ്കിൽ മാച്ച് പ്ലേറ്റോ അല്ലെങ്കിൽ നമ്മൾ കോപ്പോ ഡ്രാഗോ ആയിട്ടുള്ള മെറ്റൽ പാറ്റേൺ ഈസ് ഹീറ്റഡ് ആൻഡ് പ്ലേസ്ഡ് ഓവർ എ ബോക്സ് കണ്ടെയ്നിങ് സാൻഡ് മിക്സ്ഡ് വിത്ത് തെർമോസെറ്റിംഗ് റിസൈൻ ബൈൻഡർ. അപ്പോൾ ഈ ഒരു ഡംപ് ബോക്സിൽ സാൻഡ് മിക്സ് ചെയ്തിരിക്കുന്ന, അതായത് നമ്മുടെ തെർമോസെറ്റിംഗ് റിസൈൻ ബൈൻഡർ ആയിട്ടുള്ള സാൻഡ് ഉണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമ്മളൊരു പാറ്റേൺ വെച്ചിട്ടുണ്ട്. ആ പാറ്റേണിനെ നമ്മൾ 2 ക്ലാമ്പ് ഉപയോഗിച്ച് ക്ലാമ്പ് ചെയ്തിട്ടുണ്ട്. ഈ പാറ്റേണിൻ്റെ പ്രത്യേകത അത് ഹീറ്റഡ് ആണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സ്റ്റെപ്പ് 1 മനസ്സിലാക്കി എടുക്കേണ്ട കാര്യങ്ങൾ. അതായത് ഒരു ഡംപ് ബോക്സ് ഉണ്ട്, ആ ബോക്സിനകത്ത് നമ്മുടെ തെർമോസെറ്റിംഗ് റിസൈൻ ബൈൻഡർ ആയിട്ടുള്ള സാൻഡ് മിക്സ് ഉണ്ട്. അതിന് മുകളിലായിട്ടൊരു പാറ്റേൺ വെച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്, ഹീറ്റ് ചെയ്തിരിക്കുകയാണ്. സോ ഇനി ഇവിടെ ഉപയോഗിക്കുന്ന സാൻഡ് അല്ലെങ്കിൽ ഇവിടെ ഉപയോഗിക്കുന്ന പാറ്റേൺ അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ കോട്ടഡ് വിത്ത് എ പാർട്ടിംഗ് ഏജൻറ്റ്, അതായത് നമ്മുടെ ഈ ഹീറ്റഡ് പാറ്റേൺ, നമ്മൾ ആ ചിത്രത്തിൽ കാണുന്ന പോലുള്ള നമ്മുടെ ഈ ഹീറ്റഡ് പാറ്റേൺ, ആ പാറ്റേൺ എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് കോപ്പർ അലോയോ അല്ലെങ്കിൽ അലൂമിനിയം അല്ലെങ്കിൽ കാസ്റ്റ് അയൺ വെച്ചിട്ടാണ്. അതുപോലെ ഇവിടെ ഹീറ്റിംഗ് ചെയ്യുന്ന പർപ്പസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ സാൻഡിനെ ഇതുമായിട്ട് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം എത്രമാത്രം ഹീറ്റാണ് നമ്മളവിടെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ 175 ഡിഗ്രി സെൽഷ്യസ് ടു 370 ഡിഗ്രി സെൽഷ്യസ് ആണ്. ചില ടെക്സ്റ്റ് ബുക്കിൽ അത് 300 ഡിഗ്രി സെൽഷ്യസ് ടു 600 ഡിഗ്രി സെൽഷ്യസ് ആണ് റേഞ്ച് പറയുന്നത് ഹീറ്റ് ചെയ്യുന്നത്. പാറ്റേണിനെ മാത്രം ഹീറ്റ് ചെയ്യുന്ന റേഞ്ചാണ് ഈ പറയുന്നത്. അതുപോലെ തന്നെ ഈ പാറ്റേണുമായിട്ട് സ്റ്റിക്ക് ചെയ്യേണ്ട ഈ സാൻഡ്, അത് രണ്ടും കൂടെ സ്റ്റിക്കിങ്ങിൽ ആ പാറ്റേണുമായിട്ട് ഒരുപാട് സ്റ്റിക്ക് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടി നമ്മളൊരു പാർട്ടിംഗ് ഏജൻറ്റിനെ അവിടെ കോട്ട് ചെയ്യുന്നുണ്ട്. ഈ പാറ്റേണിൻ്റെ ഏതൊക്കെ പ്രതലത്തിലാണോ ഈ സാൻഡ് ടച്ച് ചെയ്യുന്നത് ആ പ്രതലത്തിലെല്ലാം നമ്മളൊരു കോട്ടിംഗ് പാറ്റേണിനെ ഒരു കോട്ടഡ് കൊടുക്കുന്നുണ്ട് പാർട്ടിംഗ് ഏജൻറ്റ്. അതിൻ്റെ പേരാണ് സിലിക്കോൺ. അപ്പോൾ സിലിക്കോൺ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ പാറ്റേണിന് ഒരു പാർട്ടിംഗ് ആയിട്ടുള്ള ഒരു കോട്ടിംഗ് കൊടുക്കുന്നത്. സോ അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന മെറ്റൽ പാറ്റേൺ എന്ന് പറയുന്നത് കോപ്പർ അലോയി ആണ്, അലൂമിനിയം അല്ലെങ്കിൽ കാസ്റ്റ് അയൺ. നമ്മൾ പർപ്പസ് അനുസരിച്ചിട്ടാണ് ആ പാറ്റേണിനെ അവിടെ നിശ്ചയിക്കുന്നത്. അതേപോലെ ഹീറ്റ് ചെയ്യുന്നത് 175 ടു 370 ഡിഗ്രി സെൽഷ്യസിലാണ്. അവിടെ ഉപയോഗിക്കുന്ന കോട്ടിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന പാർട്ടിംഗ് ഏജൻറ്റ് എന്ന് പറയുന്നത് സിലിക്കോൺ ആണ്.
ഇനി സാൻഡിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ ഈ സാൻഡ് എന്ന് പറയുന്നത് ഡ്രൈ സിലിക്കയാണ്. ആ ഡ്രൈ സിലിക്കകത്ത് നമ്മളൊരു 5-10% ഫിനോളിക് റിസൈൻ കൊടുക്കുന്നുണ്ട്. അതായത് ഫിനോൾ ഫോർമാൽഡിഹൈഡ് ആണ് ഇവിടെ മിക്സ് ചെയ്യുന്നത്. ഇത് മിക്സ് ചെയ്യുന്നത് ഡ്രൈ ഓയിലോ അല്ലെങ്കിൽ പ്രസൻസ് ഓഫ് ആൽക്കഹോൾ. So these are mixed with either dry oil or in the presence of alcohol. So it should not be noted that there is no water used. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സ്റ്റെപ്പ് 1-ൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അപ്പം ഇവിടെ സിലിക്കോൺ ആണ് ഒരു പാർട്ടിങ് ഏജൻറ്റ്. മെറ്റൽ പാറ്റേൺ എന്ന് പറയുന്നത് കോപ്പർ അലോയ്, അലൂമിനിയം അല്ലെങ്കിൽ കാസ്റ്റ് അയൺ ആണ്. 175 മുതൽ 370 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഹീറ്റിങ്ങിൻ്റെ റേഞ്ച്. ഫിനോളിക് റിസൈൻ ആണ് 5-10% ആണ് ഉപയോഗിക്കുന്നത് സാൻഡിനകത്ത്. ഡ്രൈ സിലിക്ക സാൻഡിനകത്താണ് ഫിനോൾ ഫോർമാൽഡിഹൈഡ് ആയിട്ടുള്ള ഈ റിസൈൻ നമ്മൾ മിക്സ് ചെയ്യുന്നത് ഇൻ ദ പ്രസൻസ് ഓഫ് ഡ്രൈ ഓയിൽ ഓർ ആൽക്കഹോൾ. വാട്ടർ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. സോ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് വന്നാൽ ബോക്സ് ഈസ് ഇൻവേർട്ടഡ് സോ ദാറ്റ് സാൻഡ് ആൻഡ് റിസൈൻ ഫാൾ ഓൺ ദി ഹോട്ട് പാറ്റേൺ. Create a layer of the mixture to partially cure on the surface to form a hard shell. നമ്മൾ നേരത്തെ കണ്ട ഡം ബോക്സിനെ നമ്മൾ എന്ത് ചെയ്തു, തിരിച്ചു വെച്ചപ്പോൾ സ്വാഭാവികമായിട്ടും സാൻഡ് എല്ലാം കൂടെ വന്ന് എന്ത് ചെയ്തു, അപ്പോൾ നമ്മുടെ പാറ്റേണിൻ്റെ, അതായത് ഹീറ്റഡ് ആയിട്ടുള്ള പാറ്റേണിൻ്റെ മുകളിലേക്ക് വന്ന് കിടക്കുകയാണ്. സോ സെർട്ടൺ ടൈം നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്ത് നിർത്തുവാണെങ്കിൽ ഈ ഹീറ്റഡ് ആയിട്ടുള്ള ഈ പാറ്റേണിൻ്റെ നിയർ ബൈ വരുന്ന നമ്മുടെ ഈ സാൻഡ്, അതായത് നമ്മുടെ സാൻഡ് മിക്സഡ് വിത്ത് ഫിനോളിക് റിസൈൻ, അത് ആ സാൻഡ് ഫൈൻ സാൻഡുകൾ തമ്മിലൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്ത് അവിടെ ഒരു ഹാർഡ് ആയിട്ടുള്ള ഒരു ഷെല്ലായി മാറും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളതിനെ ഷെൽ മോൾഡ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ ആ ഉണ്ടാവുന്ന ഷെല്ല്, തിക്നെസ് ഓഫ് ദ ഷെൽ ക്യാൻ ബി ഡിറ്റർമൈൻഡ് ആക്യുറേറ്റ്ലി ബൈ കൺട്രോളിങ് ദ ടൈം ദാറ്റ് ദ പാറ്റേൺ ഈസ് ഇൻ കോണ്ടാക്ട് വിത്ത് ദ മോൾഡ്. ആ മോൾഡുമായിട്ട് കോണ്ടാക്റ്റിൽ എത്ര നേരം നമ്മൾ വെക്കുന്നോ അത്രയും നേരവും ആ ഷെല്ല് ക്രിയേറ്റ് ചെയ്യുന്നതിന് അതിൻ്റെ തിക്നെസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ നോർമലി കുറച്ച് നമ്മളെ കാസ്റ്റിംഗ് പർപ്പസ് എന്താണോ, അതിപ്പം ലാർജ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഒരു ഇച്ചിരി കൂടെ ഹെവി സൈസാണോ അതോ സൈസ് ഇച്ചിരി കൂടെ കുറവുള്ളതാണോ, അപ്പോൾ അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കാസ്റ്റിങ്ങിൻ്റെ, അതായത് ഈ ഷെൽ ക്രിയേറ്റിങ്ങിൽ ആ ഷെല്ലിൻ്റെ തിക്നെസ് തീരുമാനിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ആ തിക്നെസ് തീരുമാനിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൊസിഷനിൽ നമ്മൾ സെർട്ടൺ ടൈം കൂടുതലായിട്ട് വെക്കും തോറും ആ ഷെല്ലിൻ്റെ തിക്നെസ് നമുക്ക് കൂട്ടാം എന്നുള്ളതാണ്. സോ അതുപോലെ തന്നെ അതിൻ്റെ ഒരു അനിമേഷനും കൂടെ നമുക്കതിൽ കാണാം. നമ്മുടെ ഡം ബോക്സ്, ആ ഡം ബോക്സിൻ്റെ മുകളിൽ നമ്മളൊരു ഹീറ്റഡ് പാറ്റേൺ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ആ ബോക്സ് നമ്മൾ തലതിരിച്ച് വെക്കുമ്പോഴേക്കും ആ സാൻഡ് വന്ന് ആ പാറ്റേണിൻ്റെ മുകളിലേക്ക് വീഴും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്റ്റെപ്പ് 2-ൽ. ഈ സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് ബോക്സ് ഈസ് റീപൊസിഷൻ സോ ദാറ്റ് ലൂസ് അൺകേർഡ് പാർട്ടിക്കിൾസ് ഡ്രോപ്പ് അവേ. നമ്മൾ ആ ബോക്സിനെ തിരിച്ചു വെക്കുമ്പം നമ്മൾ നേരത്തെ കണ്ട ആ ഷെൽ ക്രിയേറ്റിംഗ് ആണ് നമുക്ക് ഈ ഇതിൽ കാണാൻ പറ്റുന്നത്. അപ്പം അത് ആ പോർഷൻ കഴിഞ്ഞതിന് ശേഷം ബാക്കി വന്ന നമ്മുടെ സാൻഡ് എന്ത് ചെയ്യും, തിരിച്ച് താഴോട്ട് തന്നെ വരും. അപ്പോൾ ഇത് അതുമായിട്ട് ബോണ്ടായില്ല. അതിൻ്റെ തിക്നെസ് നമ്മൾ തീരുമാനിച്ചത് വെച്ചിരുന്ന ടൈം അനുസരിച്ചിട്ടാണ്. അതനുസരിച്ചിട്ടൊരു തിക്നെസ്സിലുള്ളൊരു ഷെല്ല് അവിടെ ക്രിയേറ്റ് ആയി. ബാക്കി ബോണ്ടിങ് ഇല്ലാത്ത പോർഷൻസ് എല്ലാം എന്ത് ചെയ്തു, താഴോട്ട് തന്നെ വന്നു. അപ്പോൾ അതിൻ്റെ ഒരു 3D അനിമേഷനും കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ആ ബോക്സിനകത്തുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ആ ക്ലാമ്പ് റിമൂവ് ചെയ്തിട്ട് ആ പാറ്റേണിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ പാറ്റേണിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതേപോലെ അതിൻ്റെ ഷെല്ലും ഉണ്ടാവുന്നതായി. അപ്പോൾ ആ പാറ്റേണും ആ ഷെല്ലുമാണ് ഇപ്പം നമ്മൾ കാണുന്നത്. ഇതിനി പാറ്റേണിൽ നിന്ന് റിമൂവ് ചെയ്യത്തില്ല, അതല്ലാതെ തന്നെ നമുക്ക് അടുത്തൊരു പ്രോസസ്സും കൂടെ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ പാറ്റേണിൽ നിന്ന് ഇപ്പോൾ ക്രിയേറ്റ് ആയ ഷെല്ലിനെ നമ്മൾ റിമൂവ് ചെയ്തിട്ടില്ല. സോ നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് സാൻഡ് ഷെൽ ഈസ് ഹീറ്റഡ് ഇൻ ഓവൻ ഫോർ സെവറൽ മിനിറ്റ് ടു കംപ്ലീറ്റ് ക്യൂറിങ്. അപ്പോൾ നമ്മൾ ആ പാറ്റേണും അതിൻ്റെ കൂടെ സ്റ്റിക്കായി നിൽക്കുന്ന സാൻഡ് ഷെല്ലും അത് രണ്ടും കൂടെ ഉൾപ്പെടെ നമ്മളൊരു ഓവനകത്ത് വെച്ച് ഒരു 15 മുതൽ 60 സെക്കൻഡ് വരെ 300 ഡിഗ്രി സെൽഷ്യസിൽ നമ്മളതിനെ ഹീറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ അതിനെ എടുക്കുന്നു. സ്റ്റെപ്പ് 5 എന്ന് പറയുന്നത് ഷെൽ മോൾഡ് സ്ട്രിപ്ഡ് ഫ്രം ദി പാറ്റേൺ. ആ പാറ്റേണിൽ നിന്ന് നമ്മൾ ആ ക്രിയേറ്റ് ചെയ്ത ഷെല്ലിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് 2 halves of the shell mold are assembled by sand or metal shot in a box and poured is accomplished.
pouring is accomplished. അതായത് നമ്മൾ സാധാരണ മറ്റേ ഡ്രാഗും കോപ്പും ഒക്കെ വെക്കുന്ന നമ്മുടെ പഴയ സാൻഡ് മോൾഡ് കാസ്റ്റിങ്ങിലെ പോലെ തന്നെ ഫ്ലാസ്ക് എടുക്കുന്നു. ആ ഫ്ലാസ്കിലേക്ക് നമ്മൾ നമ്മുടെ 2 ഹാഫ്സ് 2 ഹാഫായിട്ടായിരിക്കും നമ്മളിത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഈ പാറ്റേണിനെ. ആ പാറ്റേണിനെ നമ്മൾ തിരിച്ച് വീണ്ടും ഇതിപ്പോൾ ഒരു പാറ്റേൺ ആയിരുന്നു നമ്മളിപ്പോൾ ആ ഷെല്ല് ക്രിയേറ്റ് ചെയ്തെടുത്തത്. അതേപോലെ ഒരു ഷെല്ലും കൂടെ ഉണ്ടായിരുന്നു. അത് രണ്ടും കൂടെ നമ്മളൊരു ക്ലാമ്പ് ഉപയോഗിച്ച് ഇവിടെ ക്ലാമ്പ് ചെയ്തു. അതിനുശേഷം ബാക്കി സ്പേസ് മുഴുവനും നമ്മൾ ഒന്നില്ലെങ്കിൽ സാൻഡോ അല്ലെങ്കിൽ മെറ്റൽ ഷോട്ടോ ഉപയോഗിച്ചിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് ഈ കാണുന്ന 2 ഷെല്ലുകളെയും നമ്മൾ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്. അതിനുശേഷം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ സാൻഡ് കാസ്റ്റിങ്ങിൽ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഇതിലേക്ക് നമ്മൾ മെറ്റലിനെ, അതായത് മോൾട്ടൻ മെറ്റലിനെ പോർ ചെയ്ത് കൊടുക്കുന്നു. ഇതാണ് അതിൻ്റെ ക്യാവിറ്റി. ഈ ക്യാവിറ്റിക്കകത്തോട്ടായിരിക്കും മെറ്റലിനെ പോർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ സ്റ്റെപ്പിൽ നമുക്കുള്ളത്. അതിനുശേഷം ആഫ്റ്റർ കൂളിംഗ് ആൻഡ് സോളിഡിഫിക്കേഷൻ ദ ഷെൽ ആർ ബ്രോക്കൺ ഓർ ഷേക്കൺ അവേ ഫ്രം ദി കാസ്റ്റിംഗ്. അങ്ങനെ നമ്മുടെ കാസ്റ്റിംഗ് ഫിനിഷ് ആവുന്നുണ്ട്. ഇനി അതിൻ്റെ ഒരു അനിമേഷനും കൂടെ നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ എടുത്ത ആ ഷെല്ല് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഷെല്ലിനെ രണ്ടിനെയും കൂടെ ക്ലാമ്പ് ചെയ്ത് നമ്മൾ ഒരു ബോക്സിൽ വെച്ചു. അതിനുശേഷം അതിനകത്തോട്ട് നമ്മൾ സാൻഡോ അല്ലെങ്കിൽ നമ്മുടെ മെറ്റൽ ഷോട്ടോ നിറച്ച് നമ്മൾ ആ ഷെല്ലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്തു. അതിനുശേഷം അതിലേക്ക് ആ ക്യാവിറ്റിയിലേക്ക് മോൾട്ടൻ മെറ്റലിനെ കൊടുത്തു. അതിനുശേഷം സർട്ടൺ ടൈം കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ അത് ബ്രേക്ക് ചെയ്ത് നമ്മുടെ കാസ്റ്റിംഗ് നമ്മൾ പുറത്തെടുത്തു. അപ്പോൾ ഇങ്ങനെയാണ് ഷെൽ മോൾഡ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ അങ്ങനെയാണ് നമ്മുടെ കാസ്റ്റിംഗ് ഫിനിഷ് ആയിരിക്കുന്നത്. ഇനി ഷെൽ മോൾഡ് കാസ്റ്റിംഗ് നമ്മളിപ്പോൾ കണ്ടു എങ്ങനെയാണെന്ന്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളെന്താണ് ഒരു ബോക്സ്, ആ ബോക്സിനകത്ത് നമ്മൾ സാൻഡ് വിത്ത് റിസൈൻ ബൈൻഡർ മിക്സ് ചെയ്തിരുന്നു. അതിൻ്റെ ടോപ്പിലായിട്ടൊരു ഹീറ്റഡ് പാറ്റേൺ നമ്മൾ വെച്ചിരുന്നു. അതിനുശേഷം അതിനെ നമ്മൾ ക്ലാമ്പ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ആ ഹീറ്റിംഗ് പാറ്റേണിൻ്റെ റേഞ്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 175 മുതൽ 370 വരെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതേപോലെ ഇവിടെ ഉപയോഗിക്കുന്ന സാൻഡ് ഡ്രൈ സിലിക്ക സാൻഡാണ്. ആ ഡ്രൈ സിലിക്ക സാൻഡിൻ്റെ കൂടെ തന്നെ ഫിനോളിക് റിസൈൻ ആയിട്ടുള്ള ഏതാണ് നമ്മൾ ഫിനോൾ ഫോർമാൽഡിഹൈഡ് ആണ്. 5 to 10% ആണ് നമ്മളിവിടെ മിക്സ് ചെയ്തിരുന്നത്. അത് മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ഡ്രൈ ഓയിലിൻ്റെയോ അല്ലെങ്കിൽ പ്രസൻസ് ഓഫ് ആൽക്കഹോളിൻ്റെ ഇതിലായിരുന്നു നമ്മളത് മിക്സ് ചെയ്തിരുന്നത്. വാട്ടർ അവിടെ ഉപയോഗിച്ചിരുന്നില്ല. നമ്മളിവിടെ ഉപയോഗിക്കുന്ന പാറ്റേൺ എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ കോപ്പർ അലോയി അല്ലെങ്കിൽ അലൂമിനിയം അല്ലെങ്കിൽ കാസ്റ്റ് അയൺ പർപ്പസ് അനുസരിച്ചിരിക്കും. അപ്പോൾ ഇതായിരുന്നു ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. അതിനുശേഷം ഈ ബോക്സിനെ നമ്മൾ തിരിച്ചു വെച്ചു. അപ്പം ഈ അടിയിലുണ്ടായിരുന്ന സാൻഡ് എന്ത് ചെയ്തു, ഈ പാറ്റേണിൻ്റെ മുകളിലോട്ട് വന്ന് വീണിരിക്കുകയാണ്. ഇത് ഹീറ്റഡ് ആയിട്ടുള്ളൊരു പാറ്റേണുമാണ്. സർട്ടൺ ടൈം നമ്മൾ ഹോൾഡ് ചെയ്യുന്നു. ആ ഹോൾഡ് ചെയ്യുന്ന ടൈം എത്രമാത്രമാണോ അതനുസരിച്ചിട്ട് ഈ ഷെല്ലിൻ്റെ തിക്നെസ് നമുക്ക് നിശ്ചയിക്കാൻ പറ്റും. തിരിച്ച് നമ്മൾ ഈ ബോക്സിനെ തിരിച്ചു വെക്കുന്നു. ബാക്കി അൺബോണ്ടഡ് ആയിട്ടുള്ള സാൻഡ് എന്ത് ചെയ്തു, താഴേക്ക് വന്നു. അപ്പോൾ ഈ ക്ലാമ്പ് റിമൂവ് ചെയ്ത് നമ്മൾ ഈ പാറ്റേണിനെയും ഷെല്ല് ഉൾപ്പെടെയുള്ള ഈ ഒരു പീസിനെ നമ്മളിത് പുറത്തെടുക്കുന്നു. അതിനുശേഷം നമ്മുടെ ഓവനിലേക്ക് കൊടുക്കുന്നു. ഇവിടെ നമ്മൾ 15 മുതൽ 60 സെക്കൻഡ് വരെ 300 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ ഹീറ്റ് ചെയ്യിപ്പിക്കുന്നു. കുറച്ചും കൂടെ ബോണ്ടിങ് ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഹീറ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഈ ഓവനിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്ന പാറ്റേണിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഷെല്ലിനെ നമ്മൾ റിമൂവ് ചെയ്തെടുക്കുന്നു. സോ ഈ ഇൻ ബിറ്റ്വീൻ പാറ്റേൺ ആൻഡ് ഷെല്ലിന് ഇൻ ബിറ്റ്വീൻ ഇതിനെ റിമൂവ് ചെയ്തെടുക്കാൻ ഈസി ആയിട്ട് പറ്റുന്നത് ഇവിടെ ഒരു പാർട്ടിങ് ഏജൻറ്റിനെ നമ്മൾ ഉപയോഗിച്ചിരുന്നു. അതെന്ന് പറയുന്നത് സിലിക്കോൺ ആണ്. സോ അതിനുശേഷം നമ്മളൊരു ഫ്ലാസ്കിലേക്ക് ആ പാറ്റേണിൻ്റെ 2 ഹാഫ്സ് നമ്മൾ വെച്ചു. അതിനുശേഷം അതിനെ ഒരു ക്ലാമ്പ് ഉപയോഗിച്ച് നമ്മൾ ക്ലാമ്പ് ചെയ്തു. ഇനി ഈ ഒരു ഷെല്ലിൻ്റെ സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എന്ത് ചെയ്തത്, ഈ 2 സൈഡിലായിട്ട് നമ്മൾ ഈ കാണുന്ന മെറ്റൽ ഷോട്ട് അല്ലെങ്കിൽ സാൻഡ് നമ്മൾ ഫില്ല് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുന്നു, നമ്മൾ നമ്മുടെ മോൾട്ടൻ മെറ്റലിനെ ഈ ഒരു ക്യാവിറ്റിക്കകത്തോട്ട് പോർ ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ഇതെല്ലാം നമ്മൾ മാറ്റി ഇതിനെ ബ്രേക്ക് ചെയ്തെടുക്കുമ്പോഴേക്കും നമുക്ക് ഫൈനലായിട്ടുള്ള ഇതിൻ്റെ കാസ്റ്റിംഗ് കിട്ടുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഷെൽ മോൾഡ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. സാൻഡ് മോൾഡ് കാസ്റ്റിങ്ങിൽ നമ്മൾ പാറ്റേൺ വെച്ചതിന് ശേഷം ആ പാറ്റേണിനെ റിമൂവ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ റണ്ണർ റൈസർ വെച്ച് അതിനകത്തേക്ക് നമ്മൾ പോർ ചെയ്തിരുന്നത്. ഇവിടെ വ്യത്യസ്തമായിട്ട് നമ്മൾ ആ ഒരു മോൾഡിനെ ഒരു പാറ്റേൺ ഉപയോഗിച്ച് ഷെല്ലായി ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഷെല്ലിനകത്തേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് കൊടുക്കുന്നത്. ഇനി ഇവിടെ ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ ഈ ഷെല്ലിനെ നമുക്ക് കൂടുതൽ സമയം നിലനിർത്താൻ പറ്റും. അത് ഓൾറെഡി നമ്മൾ ഹീറ്റഡ് ആയിട്ടുള്ളൊരു ഇത് വെച്ചിരിക്കുന്നത് കൊണ്ട്
ആ ഷെല്ല് നമുക്ക് സെർട്ടൺ ടൈം വരെയും നമുക്കത് നിർത്താൻ പറ്റും, അതങ്ങനെ ബ്രേക്കായി പോകത്തൊന്നുമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഷെൽ മോൾഡ് കാസ്റ്റിങ്ങിലുള്ളത്. അതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ബ്രേക്ക് ഡ്രംസ് ആൻഡ് ബുഷിങ്സ്, ക്യാം ഷാഫ്റ്റ്, പിസ്റ്റൺ റിംഗ് ക്യാൻ ബി മെയ്ഡ്. സോ അതുപോലെ തന്നെ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് സ്മോൾ പുള്ളീസ്, മോട്ടർ ഹൗസിംഗ്, ഫാൻ ബ്ലേഡ് എക്സെട്ര, എയർ കംപ്രസറിൻ്റെ ക്രാങ്ക് കേസസ്, അതിൻ്റെ സിലിണ്ടർ, കൺവെയർ, റോളർ എക്സെട്ര. ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെയാണ് നമ്മുടെ ഷെൽ മോൾഡ് കാസ്റ്റിങ്ങിലൂടെ നമ്മൾ കാസ്റ്റ് ചെയ്തെടുക്കുന്ന കമ്പോണൻസ്. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് അഡ്വാൻറ്റേജസ് ആണ്. അഡ്വാൻറ്റേജിൽ ഹൈ ആക്യുറസി കാസ്റ്റിംഗ് ആണ്. സാൻഡ് മോൾഡ് കാസ്റ്റിംഗ് പോലെ അല്ല, ഹൈ ആക്യുറസി ഉണ്ട് ഇതിന്. ഗുഡ് സർഫസ് ഫിനിഷ് ആണ്. അതുപോലെ തന്നെ കോംപ്ലക്സ് പാർട്സ് നമുക്ക് ഈ മെത്തേഡിലൂടെ നമുക്ക് കാസ്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ലെസ് സാൻഡ് ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് അതർ മെത്തേഡിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. അതുപോലെ തന്നെ മോൾഡ് ക്യാൻ ബി സ്റ്റോർഡ് ഫോർ ലോങ് ടൈം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു മോൾഡിന് നമുക്ക് കൂടുതൽ സമയം, അതായത് ആ ഷെല്ലിന് നമുക്ക് കൂടുതൽ സമയം നമുക്ക് വെക്കാൻ പറ്റും. നെക്സ്റ്റ്, പെർമിയബിലിറ്റി ഓഫ് തിൻ ഷെൽ മോൾഡ് ഈസ് ഹൈ, ദെർഫോർ ഡിഫക്ട്സ് ആർ ലെസ് ആണ്. ബെറ്റർ ക്വാളിറ്റി കാസ്റ്റിംഗ് ക്യാൻ ബി മെയ്ഡ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ലിമിറ്റേഷൻ ആണ്. ലിമിറ്റേഷനിൽ ഓൺലി സ്മോൾ സൈസ് ഓഫ് ദി കാസ്റ്റിംഗ് ക്യാൻ ബി മെയ്ഡ്. അതുപോലെ സീരിയസ് ഡസ്റ്റ് ആൻഡ് ഫ്യൂം പ്രോബ്ലം ഡ്യൂറിങ് സാൻഡ് ആൻഡ് റിസൈൻ മിക്സിംഗ് വിൽ ഒക്കർ, കോസ്റ്റ് ഈസ് മോർ ആൻഡ് കാർബൺ പിക്കപ്പ് മേ ഒക്കർ ഇൻ കേസ് ഓഫ് സ്റ്റീൽ. ഇത്രയൊക്കെയാണ് അതിൻ്റെ ലിമിറ്റേഷൻസ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. നമുക്ക് അതിൻ്റെ ആപ്ലിക്കേഷനിൽ ഇൻഡസ്ട്രീസിലൊക്കെ എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്നും കൂടെ നോക്കാം.